എൻ്റെ പേര് റിസ്പ. എനിക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി ഇഷ്ടമാണ്. എൻ്റെ മക്കൾ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയാണ് ഞാൻ. ഞങ്ങളുടെ നാട്ടിൽ വലിയൊരു ക്ഷാമം വന്നു. മഴ പെയ്യാതായി, പുഴകൾ വറ്റി, കുഞ്ഞുങ്ങൾ വിശന്ന് കരഞ്ഞു. ഇതിനൊരു പരിഹാരം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ പണ്ട് സാവൂൾ രാജാവ് ചെയ്ത തിന്മയാണ് ഇതിന് കാരണമെന്ന്. പകരമായി അവന്റെ കുടുംബത്തിലെ 7 ആണുങ്ങളെ തൂക്കിക്കൊല്ലണമെന്നും അവർ ആവശ്യപ്പെട്ടു. ദാവീദ് രാജാവിന് വലിയൊരു തീരുമാനമെടുക്കേണ്ടി വന്നു. ഞാൻ സാവൂൾ രാജാവിന്റെ ഭാര്യയായിരുന്നതുകൊണ്ട് എൻ്റെ മക്കളായ അർമോനിയെയും മെഫീബോശത്തിനെയും കൂടാതെ സാവൂളിന്റെ മകളുടെ 5 മക്കളെയും അതിനായി തിരഞ്ഞെടുത്തു. ഒരു ദിവസം രാവിലെ പട്ടാളക്കാർ വന്ന് എൻ്റെ കുഞ്ഞുമക്കളുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. ഒരു മലമുകളിൽ അവരെ തൂക്കിലേറ്റി. എന്നിട്ട് അവരുടെ മൃതദേഹങ്ങൾ പക്ഷികൾക്ക് കൊത്തി വലിക്കാൻ, മൃഗങ്ങൾക്ക് കടിച്ചു കീറാൻ അവിടെ തന്നെ ഉപേക്ഷിച്ചു. എല്ലാവരും പേടിച്ച് ഓടിപ്പോയി. ഞാൻ അവിടെ ഇരുന്നു. ചുട്ടുപൊള്ളുന്ന പകലിൽ മൃതദേഹങ്ങളുടെ മണം പിടിച്ച് പറന്നിറങ്ങിയ വലിയ കഴുകന്മാർക്കും ഇരുട്ടാകുമ്പോൾ കാട്ടിലെ ആർത്തിപ്പൂണ്ടുവരുന്ന കുറുക്കന്മാരുടെയും ചെന്നായ്ക്കളുടെയും തിളങ്ങുന്ന കണ്ണുകൾക്കും ഞാൻ അവരെ വിട്ടുകൊടുത്തില്ല. ഉറക്കമില്ലാതെ, ആഹാരമില്ലാതെ ഏകദേശം 5 നീണ്ട മാസങ്ങൾ ഞാൻ ആ മൃതദേഹങ്ങൾക്ക് കാവലിരുന്നു. വാർത്ത ദാവീദ് രാജാവിന്റെ അടുത്തെത്തി. രാജാവിന്റെ ഉള്ളം പിടഞ്ഞു. അദ്ദേഹം ഓടി അവിടെ എത്തി. അവർക്ക് നല്ലൊരു ശവസംസ്കാരം നൽകി. അന്ന് ആകാശത്തുനിന്ന് വലിയ മഴ പെയ്തു. മണ്ണ് നനഞ്ഞു. ക്ഷാമം മാറി. അമ്മമാരുടെ സ്നേഹത്തെ തോൽപ്പിക്കാൻ എളുപ്പമല്ല മക്കളെ. അമ്മമാരുടെ സ്നേഹത്തിന്റെ നീളവും ആഴവും അളക്കാൻ ഒരു ജമിനിക്കും സാധിക്കില്ല. കാരണം അമ്മ എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ഹൃദയത്തിലാണ്. അമ്മമാരുടെ സ്നേഹത്തിന് വിലയിടാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നിന്റെ തന്നെ വിലയാണ് നഷ്ടപ്പെടുത്തുന്നത്. പുറപ്പാട് 20-ാം അധ്യായം 12-ാം വാക്യം. നിന്റെ ദൈവമായ കർത്താവ് തരുന്ന രാജ്യത്തു നീ ദീർഘകാലം ജീവിച്ചിരിക്കേണ്ടതിനോ നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക.